ഹായ് ഹലോ എല്ലാവർക്കും അഗി സ്റ്റോക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നൊരു മിനി വ്ലോഗാണ് കേട്ടോ. ഇന്നിപ്പോൾ മൊത്തത്തിലൊരു ഹോസ്പിറ്റൽ ഡേ ആണ്. അപ്പോൾ പുറത്താണെങ്കിൽ നല്ല മഴയുമാണ്. അലിക്കുട്ടനാണെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസമായി, ഇപ്പോൾ ഒരു മാസത്തോളമായി കുറേ അസുഖങ്ങളായിട്ട് ഇങ്ങനെ വയറിളക്കവും ഛർദിയും. അപ്പോൾ ഇന്നലെ ഇപ്പോൾ വീണ്ടും പനിയും കൂടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാം. വന്നിട്ട് എന്തായാലും ബിന്ദു മാഡത്തിനെ ഒന്ന് കൊണ്ടുപോയി കാണിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു അവസരവും കൂടെ കിട്ടി. അപ്പോൾ പിന്നെ ഞാൻ വൈകുന്നേരത്തേക്ക് വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവൻ ആകെ ക്ഷീണമാണേ, പനിയുമായി, പിന്നെ നല്ലവണ്ണം വയറിളക്കമുണ്ട്. അച്ഛനാണെങ്കിൽ ഒരു പല്ല് ഭയങ്കര ഷാർപ്പായിട്ട് ഗ്രൈൻഡ് ചെയ്യാൻ പോയതാണ്. അപ്പോൾ പിന്നെ പല്ലും ഇളക്കി, 2 പല്ല് അടയ്ക്കുകയും ചെയ്തു. അങ്ങനെയൊക്കെ അവനും ആകെ ക്ഷീണിച്ച് വന്നിരിക്കുകയാണ് കേട്ടോ. അമ്മയ്ക്കാണെങ്കിൽ ഷോപ്പിൽ നല്ല തിരക്കും, കാരണം ഇപ്പോൾ സീസണാണല്ലോ വലിയ പെരുന്നാളിൻ്റെ. ഏട്ടനാണെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വയ്യാത്തതുകൊണ്ട് കോഴിക്കോടുമാണ് കേട്ടോ. ഞങ്ങളിതാ ഇവിടെ പെരിന്തൽമണ്ണ. അപ്പോൾ ഞങ്ങൾ അല്ലുക്കുട്ടനെയും കൊണ്ടിട്ട് ആശുപത്രി പോയി വിചാരിച്ചു കേട്ടോ. അമ്മേനെ ഷോപ്പിൽ പോയിട്ട് പിക്ക് ചെയ്യണം. അപ്പോൾ ഞങ്ങളിവിടെ ഒരു ഓട്ടോയ്ക്ക് വേണ്ടി കാത്തിക്കുക. അങ്ങനെ കുറേ നിന്നപ്പോൾ ഒരു ഓട്ടോ കിട്ടി. അവനാകെ ക്ഷീണമായിപ്പോയിട്ടോ. ഭയങ്കര ഡീഹൈഡ്രേഷനും കാര്യങ്ങളൊക്കെ കൊണ്ടാവണം, കാരണം ഇങ്ങനെ നല്ലോണം വയറിളകുന്നുണ്ട്. അപ്പോൾ അമ്മേനെയും കൂട്ടി ഞങ്ങൾ ജെസയിലെത്തിയിട്ടുണ്ട്. ബിന്ദു മാമിനെയായിരുന്നു കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. മാം ലേറ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ടോക്കൺ 4 കുറേ നേരമൊക്കെ വെയിറ്റ് ചെയ്ത് അവസാനം ഞങ്ങൾ കാണിച്ചു. അപ്പോൾ വയറിലൊരു ഇൻഫെക്ഷൻ ഉണ്ട് പറഞ്ഞു. പിന്നെ കുറേ മരുന്നും കാര്യങ്ങളൊക്കെ എഴുതി തന്നു. അതൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഷോപ്പിലോട്ട് പോയി കേട്ടോ. കാരണം നാളെ അതായത് ഇന്ന് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ, 5th ആനിവേഴ്സറി. ഞാൻ ഒത്തിരി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും ഹോസ്പിറ്റൽ കേസും, ഏട്ടനാണെങ്കിൽ കോഴിക്കോട്, ഞാനാണ് ഇവിടെ. അങ്ങനെ മൊത്തത്തിൽ പ്ലാനുകളെല്ലാം പൊളിഞ്ഞു പോയി കേട്ടോ. പക്ഷെ കേക്ക് നേരത്തെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ ചെയ്യണം എന്നൊക്കെ കേട്ടോ വിചാരിച്ചത്. അപ്പോൾ ആ കേക്ക് പിന്നെ വാങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. വാങ്ങി വീട്ടിലെത്തിയപ്പം അലുക്കുട്ടൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. കിടത്തി നേരെ അവ ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ അവനെ വിളിച്ചുണർത്തി ഫുഡൊക്കെ കൊടുത്ത് മരുന്നൊക്കെ കൊടുത്തു. ഇതാണ് കേട്ടോ എൻ്റെ കേക്ക് തന്നെ ഞങ്ങളെപ്പോലെ ഇത് ആകെ ഉരുകി പോയിട്ടുണ്ട് കേട്ടോ. അതിന് ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇനി എന്തിനാ കാത്തിക്കുന്നതെന്ന് പറഞ്ഞു. എനിക്ക് വിഷമൊക്കെ ആയിട്ട് ഞാൻ തന്നെ കട്ട് ചെയ്ത് കേട്ടോ. അപ്പം തന്നെ കട്ട് ചെയ്ത് ഞാനത് കഴിക്കുകയും ചെയ്തു. എന്തായാലും നമ്മൾ ഒത്തിരി പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കത്തില്ല എന്നിപ്പോൾ മനസ്സിലായി വീണ്ടും. അങ്ങനെ ഞാൻ കേക്കൊക്കെ കട്ട് ചെയ്ത് ബാക്കിയൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ ഞങ്ങളും ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നു തുടങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ആനിവേഴ്സറി ഇപ്രാവശ്യത്തെ. ഗിഫ്റ്റൊക്കെ പിന്നെ നേരത്തെ കൊടുത്തോണ്ട് കുഴപ്പമില്ല. അപ്പോൾ ശരി.